അപ്പോൾ അതെ നിങ്ങളുടെ മോഡൽ എക്സാംസിന്റെ ഡേറ്റും കാര്യങ്ങളൊക്കെ പബ്ലിഷ് ആയ കാര്യം നിങ്ങൾ ഓൾറെഡി അറിഞ്ഞിട്ടുണ്ടാവും. നമുക്കിനി ഒരു മാസം പോലും ഇല്ല നമ്മുടെ കൺമുൻപിൽ. അപ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനായിട്ടുണ്ട്. ഇപ്പം എക്കണോമിക്സ് എടുത്ത് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടോട്ടൽ 17 ചാപ്റ്റേഴ്സ് ആണ് പഠിക്കാനായിട്ടുള്ളത്. അപ്പം അതൊക്കെ ഓർമ്മ വെച്ചിട്ട് വേണം നമുക്ക് എന്താ ഇപ്പം തന്നെ പഠിച്ചു തുടങ്ങിയാലേ രക്ഷയുള്ളൂ. ഓക്കെ, അപ്പോൾ ഇന്ന് മിസ് വന്നേക്കുന്നത് നിങ്ങൾക്ക് ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക് പറഞ്ഞു തരാനായിട്ടാണ്. നമ്മുടെ ഇന്ത്യൻ എക്കണോമിക്സ് ഡെവലപ്മെന്റിലെ എൻവയൺമെന്റ് ആൻഡ് സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് എന്ന ചാപ്റ്ററിലെ ഒരു ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്, 5 മാർക്സിന് സ്ഥിരം ചോദിക്കുന്ന ഒരു പോർഷൻ ആണ് എന്ത്, റൈറ്റ് എ ഷോർട്ട് നോട്ട് ഓൺ ദ ടോപ്പിക് ഗ്ലോബൽ വാർമിംഗ്. ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ച് ഒരു ഷോർട്ട് നോട്ട് എഴുതുക എന്നാണ് നമ്മുടെ എന്താ ക്വസ്റ്റ്യൻ. ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. ഓക്കെ, അപ്പം ഈ ഒരു ഗ്ലോബൽ വാർമിങ്ങിനെ കുറിച്ചുള്ള കുറച്ചധികം കാര്യങ്ങൾ നമ്മൾ ഈ ഒരു വീഡിയോയിൽ പഠിക്കും. അപ്പം നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ പ്ലീസ് ഡു സബ്സ്ക്രൈബ് ആൻഡ് നിങ്ങളുടെ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിനും കാര്യങ്ങൾക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യാം. ഓക്കെ, അപ്പം എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കറിയാം, നമ്മൾ എന്താ പറയുക, നമ്മൾ ഒരുപാട് എന്താ പറയുക, വലിയ വലിയ വീടുകൾ കെട്ടാനും അല്ലെങ്കിൽ ഫാക്ടറികളിൽ ഓരോ സാധനങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴും നമ്മൾ വെഹിക്കിൾസിൽ നമ്മൾ എന്താ പെട്രോളും ഡീസലും കാര്യങ്ങളൊക്കെ അടിക്കാനായിട്ടും അങ്ങനെ എന്താണ് നമ്മൾ ഓരോരോ മെഷീൻസ് ഓപ്പറേറ്റ് ചെയ്യാനുമായിട്ടൊക്കെ എന്താ ചെയ്യുന്നത്, നമ്മൾ ഒരുപാട് ഫോസിൽ ഫ്യൂൽസ് ബേൺ ചെയ്യാറുണ്ട്. ഓക്കെ, ഫോസിൽ ഫ്യൂൽസ് എന്ന് പറയുമ്പോൾ എന്താ, നമ്മുടെ കോൾ, ഓയിൽ, നാച്ചുറൽ ഗ്യാസ്, ഇങ്ങനത്തെ ഒരുപാട് ഫോസിൽ ഫ്യൂൽസ് നമ്മൾ എന്താ ചെയ്യുന്നത്, ബേൺ ചെയ്യാറുണ്ട്. ഓക്കെ, ഇങ്ങനെ ബേൺ ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ അറ്റ്മോസ്ഫിയറിലേക്ക്, ഓക്കെ, നമ്മുടെ എന്താണ് എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിലേക്ക് ഒരുപാട് എന്താണ് പുകകൾ, നമുക്കറിയാം ഈ ഫാക്ടറികളിലും പുകകളിൽ നിന്നൊക്കെ ഇങ്ങനെ പുക വരുന്ന കാണാം. അതേപോലെ വണ്ടികളുടെ എവിടെ നിന്നൊക്കെ പുക വരുന്ന കാണാം അല്ലേ. അപ്പോൾ ഈ പുകയെന്ന് പറയുന്നത് എന്താണെന്നറിയോ, CO2 അതേപോലെ മീഥെയിൻ. ഓക്കെ, CO2 ആൻഡ് മീഥെയിൻ ഇങ്ങനത്തെ ഗ്യാസസ് ആണ് പുറത്തേക്ക് എമിഷൻ സംഭവിക്കുക. ഓക്കെ, ഇങ്ങനെ പുറത്തേക്ക് ഇവ എമിറ്റ് ആകുമ്പോൾ, എമിഷൻ സംഭവിക്കുമ്പോൾ നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുന്നത്, നമ്മുടെ എർത്തിൻ്റെ അറ്റ്മോസ്ഫിയറിൽ ഇതിൽ നിന്ന് വരുന്ന ചൂട് ട്രാപ്പായിട്ടിരിക്കും. ഓക്കെ, അങ്ങനെ ട്രാപ്പായിട്ടിരിക്കും. അങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മുടെ എർത്തിൻ്റെ ടെമ്പറേച്ചർ, ആവറേജ് ഒരു ടെമ്പറേച്ചർ ഉണ്ട് നമ്മുടെ എർത്തിന്, അതെന്താണ്, ആ ടെമ്പറേച്ചർ ഭയങ്കരമായിട്ട് അങ്ങ് കൂടും. ഓക്കെ, ഇതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്, ഗ്ലോബൽ വാർമിംഗ്. ഓക്കെ, അപ്പോൾ നമ്മുടെ ഈ CO2 മീഥെയിൻ എന്ന് പറയുന്ന ഈ ഗ്യാസസിനെ നമ്മൾ വിളിക്കുന്നത് ഗ്രീൻ ഹൗസ് ഗ്യാസസ് എന്നാണ്. ഓക്കെ, ഗ്രീൻ ഹൗസ് ഗ്യാസസ്. അപ്പോൾ എന്താണ്, ഈ ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ഓവറായിട്ടുള്ള എമിഷൻ കാരണം എന്താ സംഭവിക്കുക, എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് ചൂടാവും, ഹീറ്റ് ആവും, ഇൻക്രീസ് ഉണ്ടാവും. അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, ഗ്ലോബൽ വാർമിംഗ് എന്നാണ് വിളിക്കുന്നത്. ക്ലിയർ അല്ലേ? യെസ്, ദേ നോക്കിക്കോളൂ എന്താണെന്ന്. ഹീറ്റിംഗ് ഓഫ് ദി എർത്ത് ബിക്കോസ് ഓഫ് ഇൻക്രീസ്ഡ് ഗ്രീൻ ഹൗസ് എഫക്ട് ഇസ് കോൾഡ് ഗ്ലോബൽ വാർമിംഗ്. ഇറ്റ് ഈസ് കോസ്ഡ് ബൈ ദ റിലീസ് ഓഫ് ഗ്രീൻ ഹൗസ് ഗ്യാസസ് ലൈക്ക് കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ എക്സെട്ര. ഇതാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, 5 മാർക്സിന് ചോദിക്കുമ്പോൾ ജസ്റ്റ് എന്താണെന്ന് മാത്രം എഴുതി വെച്ചിട്ട് കാര്യമുണ്ടോ? ഇല്ല. ഇനി എന്താണ്, ഈ ഗ്ലോബൽ വാർമിംഗ് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ആര് നേരിടുന്നുണ്ട്, നമ്മുടെ എൻവയൺമെൻറ്റ് നേരിടുന്നുണ്ട്. ഓക്കെ, അതാണ് നമ്മൾ ഇനി നോക്കാൻ വന്നത്. ഫസ്റ്റ് വൺ ആണ് എന്തെന്ന് പറയുന്നത്, നമ്മുടെ പോളാർ ഐസ് ഉണ്ടല്ലോ. ഈ പോളാർ ഐസ് ഒക്കെ എന്താ മെൽറ്റായി ഇപ്പം ഉരുകി പോകുന്നുണ്ട് നമ്മുടെ ആർട്ടിക് അന്റാർട്ടിക് റീജിയനിൽ. നമ്മുടെ ഈ ഗ്ലോബൽ വാർമിംഗ് കാരണം, ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുമ്പോൾ എന്താ, എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ചൂട് കൂടുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ ഈ ഐസൊക്കെ മെൽറ്റായി പോകും. ഓക്കെ, അങ്ങനെ ഐസ് മെൽറ്റായി പോകുമ്പോൾ എന്താ സംഭവിക്കുക, നമ്മുടെ സീ ലെവൽ ഭയങ്കരമായിട്ട് ഉയരും. ഓക്കെ, നമ്മുടെ സീ ലെവലിൽ ഭയങ്കര റൈസ് ഉണ്ടാവും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അങ്ങനെ സീ ലെവൽ കൂടുമ്പോൾ എന്താ സംഭവിക്കുക, അവിടെ കോസ്റ്റൽ ഫ്ലഡിങ് അല്ലെ, വെള്ളപ്പൊക്കവും കാര്യങ്ങളൊക്കെ വരാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. ആൻഡ് ഗ്ലോബൽ വാർമിങ്ങിൻ്റെ മറ്റൊരു പ്രധാനപ്പെട്ട കോൺസിക്വൻസസ് ആണ് എന്ത്, ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, മഴ വരേണ്ട സമയത്തായിരിക്കും നല്ല കൊടും ചൂട് വരുന്നത്. ഓക്കെ, ഗ്ലോബൽ വാർമിംഗ് ഈ കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ പോലത്തെ ഗ്യാസസിൻ്റെ ഓവർ എമിഷൻ കാരണം എന്താ, എർത്തിൻ്റെ അറ്റ്മോസ്ഫിയർ ഭയങ്കരമായിട്ട് എന്താണ് ഹീറ്റായി അവിടെ എന്താ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ ക്ലൈമറ്റ് ചേഞ്ച് ഉണ്ടാകുമ്പോൾ നമ്മൾ മനുഷ്യരെ പോലെ അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു കേപ്പബിലിറ്റി ആർക്കും ഉണ്ടാകത്തില്ല, നമ്മുടെ പ്ലാന്റ്സിനും ആനിമൽസിനും ഒന്നും ഉണ്ടാകത്തില്ല. അപ്പോൾ അവർക്ക് എന്ത് സംഭവിക്കും, അവർക്ക് വംശനാശം, എക്സ്റ്റിങ്ഷൻ സംഭവിക്കുമെന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് മറ്റൊരു മെയിൻ പ്രശ്നമാണ് എന്താ, സ്കാസിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ. ഓക്കെ, ശുദ്ധജലം നമുക്ക് ലഭ്യത ഭയങ്കരമായിട്ട് കുറയുന്ന ഒരു സിറ്റുവേഷൻ. ആൻഡ് മറ്റൊരു സിറ്റുവേഷൻ ആണ് എന്തെന്ന് പറയുന്നത്, ഡ്രൗട്ട്, അതായത് വരൾച്ചയും കാര്യങ്ങളൊക്കെ വരും. വരൾച്ചയും കാര്യങ്ങളും വരുമ്പോൾ എന്താണ്, നമുക്ക് നമ്മുടെ എന്താണ് അവൈലബിലിറ്റി, ഷോർട്ടേജ് ഓഫ് ഫുഡും കാര്യങ്ങളും ഉണ്ടാവും, ഭക്ഷണം കിട്ടാണ്ടാവും. അപ്പോൾ എന്താ സംഭവിക്കുക, ഫാമൈൻ വരുമ്പോൾ എന്താ സംഭവിക്കുക, ഒരുപാട് ആളുകൾക്ക് അവരുടെ ജീവൻ നഷ്ടമാവും. ഓക്കെ, ഇതാണ് എന്തെന്ന് പറയുന്നത് കോൺസിക്വൻസസ് ഓഫ് ഗ്ലോബൽ വാർമിംഗ്. ഫസ്റ്റ് വൺ ആണ് എന്ത്, മെൽറ്റിംഗ് ഓഫ് പോളാർ ഐസ്. ആൻഡ് അടുത്താണ് എന്ത്, റൈസിങ് ഓഫ് സീ ലെവൽ. പിന്നെ എന്താ, ക്ലൈമറ്റ് ചേഞ്ച് വരും, എക്സ്റ്റിങ്ഷൻ ഓഫ് മെനി സ്പീഷീസ് വരും, സ്കാസിറ്റി ഓഫ് ഡ്രിങ്കിങ് വാട്ടർ, ഡ്രൗട്ട് ആൻഡ് ഫാമൈൻ. ഇത്രയും കാര്യങ്ങൾ ഓർത്ത് വെക്കുക. ഓക്കെ, അപ്പോൾ നമ്മൾ എന്താണ് ഗ്ലോബൽ വാർമിംഗ് എന്ന് കണ്ടു, അതിൻ്റെ കോൺസിക്വൻസസ് കണ്ടു. ഓക്കെ, അപ്പോൾ ഇത്രയും കോൺസിക്വൻസസ് ഉള്ള ഈ ഒരു ഗ്ലോബൽ എൻവയൺമെൻറ്റൽ ഇഷ്യൂസിന് നമ്മുടെ ഈ വേൾഡ് എന്താണ് ഒരു സൊല്യൂഷൻ കണ്ടുപിടിക്കാതിരിക്കുമോ? ഒരിക്കലും ഇല്ല. ഓക്കെ, അങ്ങനെ എന്താണ്, അവരൊരു UN കോൺഫറൻസ് നടത്തി. ഓക്കെ, UN കോൺഫറൻസ് നടത്തി. എവിടെയാണ് നടത്തിയെന്ന് അറിയാം, ജപ്പാനിലാണ് നടത്തിയത്. ജപ്പാനിലെ ക്യോട്ടോ എന്ന് പറയുന്ന സ്ഥലത്താണ് എന്ത് നടത്തിയത്, അവരൊരു UN കോൺഫറൻസ് നടത്തി. ആ UN കോൺഫറൻസിൽ എന്താണ്, അവരൊരു മീറ്റിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ട് അവരെന്താ തീരുമാനിച്ചത്, അവർ തീരുമാനിച്ചു എന്താണ്, നമ്മുടെ ഈ ഗ്ലോബൽ ഹൗസ് വാർമിംഗ്, നമ്മുടെ ഈ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഈ സംഭവങ്ങൾ, അതിൻ്റെ ആ ഒരു എന്താ പറയുക,
എന്താ ഗ്ലോബൽ വാർമിങ്ങിൻ്റെ ഈ പ്രശ്നത്തിന് ഒരു സൊല്യൂഷൻ നമ്മൾ കണ്ടുപിടിച്ചേ മതിയാവത്തുള്ളൂ എന്ന് പറഞ്ഞാൽ അവരെന്താ ഒരു എഗ്രിമെൻ്റ് വന്നു. ആ എഗ്രിമെൻ്റ് ആണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ, ഗ്രീൻ ഹൗസ് ഗ്യാസസിൻ്റെ ഒക്കെ എമിഷൻ കുറയ്ക്കുക, അതാണ് നമ്മുടെ ക്യോട്ടോ പ്രോട്ടോകോളിലെ മെയിൻ എയിം അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ഓക്കെ, UN Conference on Climate Change was held in Kyoto in Japan in 1997 to find solution to the problem of global warming. This conference resulted in an agreement called Kyoto Protocol എന്നാണ് പറയുന്നത്. This protocol calls for reduction in the greenhouse gas emission by industrialized countries. Greenhouse gases ആയിട്ടുള്ള എന്താണ് നമ്മുടെ CO2, മീഥെയിൻ അല്ലെ, കാർബൺ ഡൈ ഓക്സൈഡ്, മീഥെയിൻ, ഇതിൻ്റെയൊക്കെ എമിഷൻ കുറയ്ക്കണം, ഇതിലൊക്കെ റിഡക്ഷൻ ഉണ്ടാവണം എന്ന് പറഞ്ഞ് എന്താണ് നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് ഒരു സൊല്യൂഷൻ കൊണ്ടുവന്നതാണ് എന്ത് UN കോൺഫറൻസ്. ഓക്കെ, അവർ നടത്തി എവിടെയാണ്, ക്യോട്ടോയിലോ, എവിടെയാണ്, ജപ്പാനിൽ. അങ്ങനെ കോൺഫറൻസ് നടത്തിയപ്പോൾ അതിൽ വന്നൊരു എഗ്രിമെൻറ്റ്, അതിൻ്റെ ഒരു റിസൾട്ട് എന്ന് പറയുന്ന ഒരു എഗ്രിമെൻറ്റിലായി. ആ എഗ്രിമെൻറ്റിൽ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്താ, ക്യോട്ടോ പ്രോട്ടോകോൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് ഗ്ലോബൽ വാർമിംഗ്, അതിൻ്റെ കോൺസിക്വൻസസ്, ക്യോട്ടോ പ്രോട്ടോകോൾ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ 5 മാർക്സിന് വേണ്ടി എഴുതി വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്ന ഈ ഒരു ടോപ്പിക് എന്ന് പറയുന്നത്. ആൻഡ് നിങ്ങൾക്ക് എന്തെങ്കിലും ഫർദർ ഡൗട്ട്സോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഏതെങ്കിലും ചാപ്റ്ററിൻ്റെ പോർഷൻസ് ഒന്നുകൂടെ പറഞ്ഞു തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞൊരു കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്താൽ മാത്രം മതി, നമ്മൾ അതിൻ്റെ വീഡിയോ ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ദാറ്റ്സ് ബൈ.